നമസ്കാരം. മനോരമയുടെ ഒരു മാധ്യമ പ്രവർത്തനം നോക്കണേ. ഇന്നിപ്പോ അവരുടെ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടൊരു വാർത്തയാണ്. ഗോവിന്ദച്ചാമി അറസ്റ്റിലായി. അദ്ദേഹത്തിന് സുരക്ഷാ വീഴ്ച വന്നതുകൊണ്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ മാറ്റി. വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച ഗോവിന്ദച്ചാമിയെ അദ്ദേഹത്തിന് അവിടെ ഒറ്റയ്ക്ക് ഏകാംഗ തടവുകാരനെ അടയ്ക്കാൻ തീരുമാനിച്ചു. കേരളത്തിൽ കൊടും ക്രിമിനലുകളെ മാത്രം പാർപ്പിക്കുന്ന ഇടത്ത് മാത്രമാണ് ഇനി മുതൽ കഴിയുക. അങ്ങനെയുള്ള വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ഇന്നിപ്പോ മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നോക്കിയേ, വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ചോറും മട്ടനും കഴിച്ചു. എന്തിനായിരിക്കും ഈ ചോറും മട്ടനും കഴിച്ചു എന്നൊരു വാക്ക് അതിൻ്റെ അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കണം. അതായത് ഇങ്ങനെ ജയിലിൽ ചാടി ഇനി ചാടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ, അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നതാണ് സാധാരണഗതിയിൽ ഒരു മാധ്യമം പരിശോധിക്കേണ്ടത്. അയാൾ എന്ത് കഴിച്ചു, എന്ത് ഉടുത്തു, എപ്പ അപ്പിയിട്ടു, എപ്പ മുള്ളാൻ പോയി, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ വാർത്ത എഴുതുന്നവന്റെ ഒരു മനോരോഗത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ഒരു 4 തെറി അതിന്റെ പേരിൽ, അതായത് ഇത്രയൊക്കെ ചെയ്തവന് മട്ടൻ കറി കൂടെ കൊടുത്തു എന്നുള്ളതാണ്. ഈ മട്ടൻ കറി കൊടുത്തു എന്നുള്ളത് ഈ എഴുതിയവൻ അവിടെ പോയി നിന്ന് കണ്ടതാണോ? വിയൂർ സെൻട്രൽ ജയിലിനകത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു ദൃശ്യം നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടില്ലല്ലോ. അപ്പോ അങ്ങോട്ടേക്ക് മാധ്യമങ്ങൾ പ്രവേശിപ്പിച്ചില്ല. അപ്പോ ഇയാൾ എന്ത് ഭക്ഷണം കഴിച്ചു എന്നുള്ളതിനെ കുറിച്ച് എങ്ങനെയാണ് ഈ മാപ്ര അറിയാൻ സാധ്യത ഉണ്ടാവും? ഇല്ല. പിന്നെ ഇരിക്കട്ടെ, പോണ പോക്കല്ലേ, ഒരു താങ് അങ്ങ് താങ്ങി വെച്ചേക്കാം. എന്റെ ഊഹ ഇന്നവൻ മട്ടൻ കറി കഴിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അങ്ങ് തള്ളിക്കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ഈ ചാടി വന്നവന് മട്ടൻ കറി കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ജയിൽ ചാടിയ പ്രതിക്ക് മട്ടൻ കറി കൊടുത്ത് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ ആ രീതിയിലാണ് അവരെ ജയിലിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊരു തോന്നൽ ആ സംവിധാനത്തെ കുറിച്ച് ഉണ്ടാകണം. എന്തൊരു മര്യാദകേടാണ്, എന്തൊരു നെറുകേടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടായിരിക്കണം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിട്ടുള്ളത്? അവിടെ വലിയ മട്ടൻ കറി, വലിയ സൗഭാഗ്യങ്ങളോടുകൂടിയാണ് പ്രതികൾ ജീവിക്കുന്നു എന്നായിരുന്നു ഇന്നലെ വരെ ഇവരുടെ കഥകൾ. അങ്ങനെയുള്ള സൗകര്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തി എന്തുകൊണ്ടായിരിക്കും ജയിൽ ചാടിയിട്ടുണ്ടാകുക? ജയിൽ സുഖവാസ കേന്ദ്രമാണല്ലോ. ആ സുഖവാസ കേന്ദ്രത്തിലെ സുഖം, അതായത് ഒരു ജോലിയും ചെയ്യേണ്ട, മട്ടൻ കറി, ചിക്കൻ കറി, മീന്, അങ്ങനെ എല്ലാ വിഭവങ്ങളും കിട്ടുന്നുണ്ട്. സുഭിക്ഷമായിട്ടുള്ള ജീവിതമാണ് ജയിലിൽ കിട്ടുക. അങ്ങനെയുള്ള വ്യക്തി ജയിലിൽ ചാടി പുറത്തു വരികയാണ്. അതായത് ഈ സുഭിക്ഷത വേണ്ട, അവിടെ കിടന്ന് ഞാൻ മടുത്തു, അവിടെ എന്താണ് നല്ല ഭക്ഷണം പോലും കിട്ടുന്നില്ല എന്നുള്ള പ്രതികരണം. പക്ഷെ അങ്ങനെയല്ല. ഈ മാധ്യമ പ്രവർത്തകർ എന്ന പേരിലിരിക്കുന്ന ചില മനോരോഗികളുണ്ട്. ഇവന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ ഇല്ലാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം. നിങ്ങൾ തന്നെ ഒരു കാര്യം ആലോചിച്ചു. ഇവൻ മട്ടൻ കറി തരുന്നു എന്ന് തന്നെ കരുതുക. നിങ്ങളെ ഒരു മുറിക്കകത്ത് അടച്ചിടുകയാണ്. ആ മുറിക്കകത്ത് അടച്ചിട്ടതിന് ശേഷം 4 നേരവും മട്ടൻ കറി നിങ്ങൾക്ക് തരികയാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ മട്ടൻ കറി. പക്ഷേ ഈ 4 ചുവരുകൾക്കകത്ത് നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല. നിങ്ങൾ ഇന്നലെ വരെ സഞ്ചരിച്ചുകൊണ്ട് നടന്ന വ്യക്തിയാണ്, സ്വാതന്ത്ര്യം അനുഭവിച്ച വ്യക്തിയാണ്, സുഖലോലുപതകൾ അറിഞ്ഞതാണ്, സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ അവസരം, അങ്ങനെ പലതും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഒരു സുപ്രഭാതത്തിൽ സകല അവകാശങ്ങൾ റദ്ദാക്കി ഇങ്ങനെ ഒരിടത്ത് കൊണ്ടുവന്ന് അടച്ചിട്ട അതൊരു സുഖ ജീവിതമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. ഇവിടെ പ്രതികൾക്കെല്ലാം മട്ടൻ കറി കൊടുക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കണം. മട്ടൻ കറി കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? മട്ടൻ കറിയൊക്കെ ജയിലിൽ കൊടുക്കുന്നുണ്ട്. ഈ നല്ല ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യൻ അത് വലിയ സന്തോഷപൂർവ്വം കഴിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിലുണ്ണികൾ അല്ലാത്ത ഒരു മനുഷ്യനും അത് ആസ്വദിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയെ കാണാൻ പറ്റൂ, ഒരു സ്ത്രീ സൗന്ദര്യം, ഒന്ന് ബന്ധപ്പെടൽ നടക്കൂ, ഈ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കൂ? ഒന്നും നടക്കില്ല. എല്ലാം കടിച്ചമർത്തി ഒരു യാന്ത്രിക ജീവിതത്തിൽ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് മാനസിക വ്യത ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ കൂടി കൊടുത്താലേ ഇതിനൊക്കെ മാറ്റം വരത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് മനോരമയുടെ ഇമാതിരി ഈ കുളിരടിയിപ്പിക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിനെതിരെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ തെമ്മാടിത്തര എഴുത്തിന്റെ പിന്നിലൊക്കെ ദുരുദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരികയാണ്.